ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന ഒരു ഫ്രീസർ റൂമിലേക്കാണ്. ഇൻഡോർ യൂണിറ്റിൻ്റെ ട്രേയിൽ ഐസാണ്. എൻ്റെ ഡ്രെയിൻ ഹീറ്ററും ട്രേ ഹീറ്ററും ഡാമേജ് ആയി. അപ്പോൾ ആദ്യം നമുക്ക് ഐസ് റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡ്രെയിൻ ഹീറ്ററും ട്രേ ഹീറ്ററും നമുക്ക് ചേഞ്ച് ചെയ്യാം. ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആദ്യം മുതലുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഫോൺ നോക്കിയപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ മനസ്സിലാക്കിയത്. ഫോണിൻ്റെ വീഡിയോ റെക്കോർഡിങ് ഓണാക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് കരിങ്കിലൊക്കെ അടിച്ച് പൊട്ടിക്കുന്ന അതേ അവസ്ഥയാണ് ഈ ഐസ് പൊട്ടിക്കുന്നതിൽ. ഇതിൻ്റെ ഓരോ പീസ് വന്ന കയ്യിലും മുഖത്തൊക്കെ അടിക്കുമ്പോൾ നല്ല വേദനയാണ്. ഞാൻ എൻ്റെ ചെറിയ ഹാമറിട്ട് ഇത്ര അടിച്ച് പൊട്ടിക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വലത്തെ കയ്യിൽ ഭയങ്കര വേദനയാവും. ഈ തണുപ്പൊക്കെ മാറി ഒരു 10-15 മിനിറ്റ് പുറത്തിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷോൾഡർ തൊട്ട് ഭയങ്കര വേദനയാവും. ഈ പൊട്ടിക്കുന്ന വയസ്സൊക്കെ ചെറുത് 1 സെൻറ്റി 2 സെൻറ്റി കനത്തി കിടക്കുന്നതാണ്. കുറച്ച് അങ്ങോട്ട് നീങ്ങുവാണെങ്കിൽ 5 സെൻറ്റി 10 സെൻറ്റി കനത്തിലുള്ളതാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് മൊത്തം നമ്മൾ തല്ലിപ്പൊട്ടിച്ചിട്ട് മാറ്റിയിട്ടേക്കുന്നതാണ്. കണ്ടോ, അതാണ് ആശാനാണ്. അത്രയും കനത്തിലുള്ള ഐസ് വലിയ കംപ്ലീറ്റ് അടിച്ച് പൊട്ടിക്കാൻ പറ്റും. ഹീറ്റർ ഊരിയിട്ട് പുതിയ ഹീറ്റർ ഇടാം. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സത്യം പറയാൻ മറന്നുപോയതാണ്. അടുത്ത തവണ ഞാൻ കാണിക്കാം. ഫുൾ വീഡിയോസ് പറ്റുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഈ ഐസ് തട്ടി പൊട്ടിക്കാൻ പറ്റും. ഇതും പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. ഗ്യാപ്പില്ല. ആ ഗ്യാപ്പിനകത്ത് വേണം ഐസ് തട്ടി പൊട്ടിക്കാൻ. പിന്നെ എവിടെയെങ്കിലും ഭാഗത്ത് നമ്മുടെ കൈ കൊണ്ടാലും നല്ല വേദനയൊക്കെയാവും. അടുത്ത് നമ്മൾ ഡ്രെയിൻ പൈപ്പ് ഇടാൻ വേണ്ടിയാണ് പോകുന്നത്. ഡ്രെയിൻ പൈപ്പിൻ്റെ ഹീറ്ററും പോയിരുന്നു. അപ്പോൾ ഡ്രെയിൻ ഹീറ്റർ ചുറ്റിയിട്ടാണ് നമ്മളടുത്ത് പൈപ്പ് ഇടാൻ വേണ്ടി മുകളിലേക്ക് കയറുവാണ്. ട്രേ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഹീറ്ററും ഡ്രെയിൻ ഹീറ്ററും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കണക്ഷൻ കൊടുത്ത് ചെക്ക് ചെയ്താൽ മാത്രം മതി. കണക്ഷനൊക്കെ കൊടുത്തു. വർക്കിംഗ് ഓക്കെയാണ്. എനിക്കതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു കയ്യിൽ ഫോൺ പിടിച്ച് എനിക്ക് ട്രേ പൊക്കി പിടിച്ച് സ്ക്രൂ ചെയ്യണം. അതുകൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അടുത്ത വീഡിയോയിൽ എല്ലാം ഉൾക്കൊള്ളിച്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.